നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് ട്രിക്സ് ഉണ്ട്. അതിൽ ഒരു ട്രിക്ക് നമുക്കിന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നമുക്ക് ഈ 14 എന്ന് പറയുന്നതിൻ്റെ തൊട്ട് മുൻപേ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കാം. അതായത് 9 അല്ലേ. അപ്പോൾ ഈ 14നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 9 + 5 എന്ന് എഴുതിയാൽ നമുക്ക് 14 ആയി. ഈ 9ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 3 പ്ലസ് ഈ ബാലൻസ് വരുന്ന, അതായത് റിമൈൻഡർ വരുന്ന 9ൻ്റെ സ്ക്വയർ റൂട്ട് 3 പ്ലസ് ഈ 5 എന്ന് പറയുന്നത് നമ്മൾ അതുപോലെ എഴുതുന്നു, ഡിവൈഡഡ് ബൈ ഈ നമ്പറിൻ്റെ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഇതിൻ്റെ ഡബിൾ എടുക്കുന്നു, 3 × 2 ദാറ്റ് ഈസ് 6. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം 14 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് എഴുതുന്നു. അന്ന് ഒന്ന് പെർഫെക്റ്റ് സ്ക്വയറും ഒന്ന് റിമൈൻഡർ വരുന്ന നമ്പറും. ആ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ റൂട്ട് നമ്മളിവിടെ എഴുതുന്നു, പ്ലസ് ഈ റിമൈൻഡർ ഡിവൈഡഡ് ബൈ ഈ നമ്പറിൻ്റെ ഡബിൾ 5/6 ഈക്വൽ ടു 3 പ്ലസ് ഈ 5/6ൻ്റെ വാല്യൂ നമ്മൾ ഡിവൈഡ് ചെയ്ത് കാണുന്നു, പോകുന്നില്ല, 0. 6 × 8 48, അതായത് 0.8, 0.8. അപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3.8 അപ്രോക്സിമേറ്റ്ലി ആയിരിക്കും. നമ്മൾ ഒരു ഡെസിമലിനെ കറക്റ്റ് ചെയ്തിട്ടാണ് ഈ എഴുതുന്നത്. അപ്പോൾ ഇനി ഒരു മെത്തേഡ് കൂടെ ഉണ്ട്. അതായത് ഇവിടെ സം വന്നതുപോലെ നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്തിട്ടും എഴുതാം. ദാറ്റ് ഈസ് √14 ഈക്വൽ ടു √14 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഇതുവരെയുള്ളതാണെങ്കിൽ 9ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 14 കിട്ടുന്നു. 14 എന്ന് പറയുന്നതിനെ എക്സീഡ് ചെയ്തിട്ടുള്ള സ്ക്വയർ എത്രയാണ്? 16. 16 - 2, അപ്പോൾ നമുക്ക് 14 കിട്ടും. പെർഫെക്റ്റ് സ്ക്വയർ ഇവിടെ 16 ആണ്. 16 - 2 ഈക്വൽ ടു 16ൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ എത്രയാണ്? 4 മൈനസ് ഈ മൈനസ് ഇട്ട് കൊടുക്കുന്നു, ഈ റിമൈൻഡർ നമ്മൾ അതുപോലെ എഴുതുന്നു, ബൈ ഈ മെത്തേഡ് സെയിം തന്നെയാണ്. ഈ 4ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 8. അപ്പോൾ ഇതും കൂടി നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ദാറ്റ് ഈസ് 1/4, അതായത് 0.25 വരും അല്ലേ. ഇതിനെ നമ്മൾ 4ൽ നിന്നും 0.25, അതായത് എത്ര? 3.75 കറക്റ്റ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3.8. നമുക്കിവിടെ കിട്ടിയ ഇതേ നമ്പറല്ലേ നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്തിട്ടും സബ്ട്രാക്റ്റ് ചെയ്തിട്ടും കാണാം. അതിന് തൊട്ട് മുൻപേ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ആഡ് ചെയ്തിട്ട് റിമൈൻഡർ ആഡ് ചെയ്ത് വരും. ഇവിടെ സ്ക്വയർ റൂട്ട് എഴുതുന്നു, ഇവിടെ 5 ഈ റിമൈൻഡർ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഡബിൾ. ഇവിടെ സബ്ട്രാക്ഷൻ ആണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ എഴുതുന്നു, മൈനസ് ഈ റിമൈൻഡർ എഴുതുന്നു, ബൈ ഇതിൻ്റെ ഡബിൾ ഈക്വൽ ടു നിയർലി ഈക്വൽ ആയിട്ടുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പുതിയ ട്രിക്കുമായിട്ട് ഇനിയും കാണാം.